ഇന്ന് ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മന്തി റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതായത് ഞാൻ യൂഷ്വലി വേറെ രീതിക്കാണ് ഉണ്ടാക്കാറുള്ളത്. എൻ്റെ വീട്ടിൽ എൻ്റെ ചെറിയമ്മ എനിക്ക് പഠിപ്പിച്ചു തന്ന രീതിക്കാണ്. അതായത് കുക്കറിലായിരുന്നു ഞാൻ എപ്പോഴും ഇവിടെ വന്നിട്ട് ഈസി ആയിട്ട് മന്തി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് യൂട്യൂബൊക്കെ നോക്കി എൻ്റേതായിട്ടുള്ള രീതിക്കാണ് കേട്ടോ ഈ മന്തി ഞാൻ ട്രൈ ചെയ്തത്. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നിൽക്കണം. ഇതിനേക്കാളും ഈസി ആയിട്ടാണ് കേട്ടോ ഞാൻ യൂഷ്വലി എൻ്റെ ഉണ്ടാക്കുന്ന മന്തി യൂഷ്വലി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കൻ പീസസും അതേപോലെ തന്നെ ക്യാപ്സിക്കം, ഒണിയൻ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആൻഡ് ഡ്രൈഡ് ലെമൺ, അതേപോലെ ചില്ലി, ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി പൗഡർ, പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം ഇട്ടു. ആൻഡ് കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഇത് നമ്മുടെ മന്തി പാക്കറ്റ് മിക്സിനകത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. ഈ മന്തി മസാല അല്ലെങ്കിൽ റൈസ് ഒന്നും ഇവിടെ കിട്ടുന്നതല്ല ജപ്പാനിൽ. ഞാൻ ഇത് നാട്ടിൽ നിന്ന് കുറേ റൈപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്ന മന്തി റൈസ് വെച്ചിട്ടാണ് നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഞാനൊന്ന് വേവിക്കാൻ വെച്ചു. അതിന് ശേഷം ഇതിന്ന് ആ ചിക്കൻ പീസസൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിലോട്ടേക്ക് ഞാൻ റൈസ് ഇട്ടിട്ട് ഞാൻ റൈസ് ഒന്ന് ലൈക്ക് എന്താ പറയുക, റോസ്റ്റ് ചെയ്തെടുത്തു. കാരണം എനിക്ക് ഇത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും മന്തി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടിയാണ്. എനിക്ക് എന്നാലാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ, നമ്മൾ ആ റൈസൊക്കെ വിട്ട് വരുന്ന പോലെ. അതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ വേവിക്കാൻ വെച്ചു. പിന്നെ ഞാനതാ ചിക്കൻ പീസസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് എണ്ണ അധികം ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ചെറിയ രീതിക്കൊന്ന് കരിയിപ്പിച്ചെടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുറച്ചുകൂടി ഈസിയാണ്. ഇനി ഞാൻ വേറൊരു റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യാം.